ഗാസയ്ക്കുള്ളിൽ ഇസ്രായേലിന്റെ അതിരൂക്ഷമായ ആക്രമണം. ഗാസയിലെ ഹമാസിന്റെ ഭൂഗർഭ ബങ്കറുകൾ ലക്ഷ്യമിട്ട് ഇസ്രായേലിന്റെ അതിരൂക്ഷമായ ആക്രമണമാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത്. റഫയ്ക്ക് സമീപം ഖാൻ യൂണിസിന് സമീപമുള്ള നിരവധി ബങ്കറുകളിൽ ഇസ്രായേലി സേന ആക്രമണം നടത്തിയെന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. റഫയ്ക്ക് സമീപമുള്ള 7 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഒരു ഭൂഗർഭ തുരങ്കത്തിന് നേരെ ഇസ്രായേലി സേനയുടെ ആക്രമണമുണ്ടായി എന്നുള്ള ഏറ്റവും ഒടുവിലത്തെ വാർത്തയാണ് പുറത്തു വരുന്നത്. ഈ ബങ്കറുകൾക്കുള്ളിൽ ഇസ്രായേലിൻ്റെ കോമ്പാക്റ്റ് എഞ്ചിനീയർമാർ വൻതോതിലുള്ള സ്ഫോടക വസ്തുക്കൾ നിറച്ചുവെന്നും പിന്നീട് വലിയ സ്ഫോടനം നടത്തിയെന്നുമാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. ഈ സ്ഫോടനത്തിൽ കിലോമീറ്ററുകൾ നീളമുള്ള ബങ്കർ പൂർണ്ണമായും തകർന്ന് തരിപ്പണമായി. ആകാശ ദൃശ്യങ്ങളിൽ നിന്ന് ഒരു ഭാഗത്ത് നിന്ന് വെടിപൊട്ടൽ തുടരുകയും മറുഭാഗത്തേക്ക് പൊട്ടിത്തെറി ഉണ്ടാവുകയും ചെയ്ത ദൃശ്യങ്ങളാണ് പുറത്തു വരുന്നത്. ഈ ചില്ലിംഗ് വീഡിയോയാണ് ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സ് ഇപ്പോൾ തങ്ങളുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഇസ്രായേലിനെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമായ ഒരു ഘട്ടമാണിത്. ഗാസയിലെ ഹമാസിൻ്റെ സാന്നിധ്യത്തെ പരിപൂർണമായും ഇല്ലാതാക്കുക, ഗാസയിൽ ഹമാസ് എന്ന ഭീകര സംഘടന ഇനിയില്ല എന്ന് ഉറപ്പുവരുത്തുക, അതിന് അടിസ്ഥാനപരമായി ഹമാസിൻ്റെ എല്ലാ സൗകര്യങ്ങളെയും ഇല്ലാതാക്കണം. ഇതാണ് ഇസ്രായേലിന് മുന്നിലുള്ള പ്രധാനപ്പെട്ട വെല്ലുവിളി. ഗാസ മെട്രോ എന്നറിയപ്പെടുന്ന ഭൂഗർഭ ബങ്കറുകൾ എല്ലാ കാലത്തും ഹമാസ് എന്ന ഭീകര സംഘടനയുടെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രങ്ങളായിരുന്നു. കാരണം ഇസ്രായേലിന് നേരെ ആക്രമണം നടത്തിയ ശേഷം ഏറ്റവും എളുപ്പത്തിൽ ഒളിവിൽ കഴിയാൻ അവർക്ക് സഹായകമായത് ഈ ഗാസ മെട്രോ എന്നറിയപ്പെടുന്ന ഭൂഗർഭ ബങ്കറുകളാണ്. ചില്ലറ ദൂരമായിരുന്നില്ല ഈ ബങ്കറുകളുടെ ദൈർഘ്യം. ഏകദേശം 200-300 കിലോമീറ്റർ ദൂരം ദൈർഘ്യമുള്ളതായിരുന്നു ഓരോ ബങ്കറുകളും. ഗാസ എന്ന ടൗണിൻ്റെ ഭൂരിഭാഗം പ്രദേശത്തേക്കും ഈ ബങ്കറുകളിലൂടെ എത്താൻ സാധിക്കുമായിരുന്നു. പരസ്പരം കണക്റ്റഡ് ആയിട്ടുള്ള നിരവധി ടണലുകളായിരുന്നു ഈ ബങ്കറുകൾ എന്ന് പറയുന്നത്. ഈ ബങ്കറുകളിലൂടെ വാഹനങ്ങൾ പോലും ഓടിച്ചു പോകാനുള്ള സൗകര്യമുണ്ടായിരുന്നു. പല ബങ്കറുകളിലും 100 കണക്കിന് കിടപ്പുമുറികളടക്കമുള്ള അത്യാധുനിക സൗകര്യങ്ങളുണ്ടായിരുന്നു. എയർ കണ്ടീഷൻ ചെയ്ത മുറികളായിരുന്നു ഇവയിൽ പലതും. യഹിയ സിൻവാർ അടക്കമുള്ള ഹമാസിൻ്റെ പഴയ നേതാക്കന്മാർ പലരും തമ്പടിച്ചിരുന്നത് ഈ ഭൂഗർഭ ബങ്കറുകളിലായിരുന്നു. ആ ബങ്കറുകളെയാണ് പൂർണ്ണമായി ഇല്ലാതാക്കാൻ ഇസ്രായേലി സേന ആദ്യം തീരുമാനിച്ചത്. അതിനും കാരണമുണ്ട്. ഈ ബങ്കറുകൾക്കുള്ളിൽ ഇരുന്നു കൊണ്ടാണ് ഇസ്രായേൽ എന്ന രാജ്യത്തിനെതിരെ, ഇസ്രായേലിൻ്റെ സേനയ്ക്കെതിരെ ഹമാസ് എന്ന ഭീകര സംഘടന ആക്രമണം ആദ്യമായി ആരംഭിച്ചത്. അതുകൊണ്ട് തന്നെ ഈ ബങ്കറുകൾ ഇല്ലാതായാൽ ഹമാസിൻ്റെ ചിറകൊടിക്കാമെന്ന് ഇസ്രായേലി സേന വ്യക്തമായി മനസ്സിലാക്കി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ബങ്കറുകൾക്കെതിരെയായിരുന്നു ആദ്യമായ ആക്രമണങ്ങൾ. എന്നാൽ ആദ്യഘട്ടത്തിലൊന്നും തന്നെ ബങ്കറുകൾക്കെതിരെ കാര്യമായ ഒരു ആക്രമണം നടത്താൻ ഇസ്രായേലി സേനയ്ക്ക് കഴിഞ്ഞില്ല എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യം. കാരണം ബങ്കറുകളുടെ കവാടം എവിടെയാണെന്നറിയില്ല, ബങ്കറുകൾ എവിടെ തുടങ്ങുന്നെന്നറിയില്ല, ബങ്കറുകൾ ഏത് ഭാഗത്തുകൂടെ കടന്നു പോകുന്നു എന്നറിയില്ല. അങ്ങനെ ബങ്കറുകളെക്കുറിച്ചുള്ള വിവരങ്ങൾ അജ്ഞാതമായിരുന്നു തുടക്കത്തിൽ. എന്നാൽ പിന്നീട് പാലസ്തീനികളിൽ വലിയൊരു വിഭാഗം ഇസ്രായേലിൻ്റെ ഒറ്റുകാരാവുകയും ഇസ്രായേലി സേനയ്ക്ക് അനുകൂലമായി ഹമാസിനെ കുറിച്ചുള്ള വിവരങ്ങൾ കൈമാറുകയും ചെയ്ത സാഹചര്യത്തിലാണ് പല ഭൂഗർഭ ബങ്കറുകളെ കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ ഇസ്രായേലി സേനയ്ക്ക് ബോധ്യപ്പെട്ടത്, മനസ്സിലായത്. അതിന് പിന്നാലെയാണ് ഇസ്രായേലി സേന ബങ്കറുകൾ ഓരോന്നായി തകർത്ത് മുന്നേറിയത്. ഇതുവരെ 18ലധികം ബങ്കറുകൾ, കിലോമീറ്ററുകൾ ദൈർഘ്യമുള്ള 18ഓളം ബങ്കറുകൾ ഇസ്രായേലി സേന ഗാസയിൽ തകർത്തു എന്നാണ് ലഭിക്കുന്ന പ്രധാനപ്പെട്ട വിവരം.